രേണു സുധി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാ, അങ്ങനെ കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിനെ കുറിച്ച് ഇപ്പം മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇത് നീ എങ്ങനെ ഒപ്പിച്ചടി? സത്യം എന്നോടെങ്കിലും ഒന്ന് പറ. എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതും എന്റെ കഴുത്തിൽ താലി കെട്ടിയതും ഒരേ ഒരാളെ ഉള്ളൂ, സുധിച്ചേട്ടൻ. അപ്പോ ലിവിംഗ് ടുഗദർ അല്ലായിരുന്നു, അങ്ങനൊന്നും ഇല്ലായിരുന്നു. അയ്യോ, ഞാൻ എന്റെ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കും. സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഞാൻ കണ്ടത് ഒളിഞ്ഞും മറിഞ്ഞും ഒരു ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാം എന്ന് പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. രജിസ്റ്റർ മാരേജ് ആയിരുന്നേ, വീട്ടുകാർ അറിയാതെ. അതെ, പാവങ്ങള്. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സുധിച്ചേട്ടനെയാണ്. സുധിച്ചേട്ടനെ വിവാഹം കഴിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല, ഇല്ല, അങ്ങനെ ഒരു സമയം. കള്ളത്തരം ഒന്നും ആലോചിക്കണ്ട, സത്യം സത്യമായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഇതെന്താണ് പണ്ടാരെ ഇങ്ങനെ ചോദിക്കണത്? തൽക്കാലം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴാണ് ഇതിലത്തെ ഒരു സംശയം ജനിക്കുന്നത്. എന്താടോ ഞാനിവിടെ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതായത് ഉണ്ട്, എന്തോ ഉണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും എന്നെ ആരും താലിയും കെട്ടിട്ടില്ല സുധിച്ചേട്ടൻ അല്ലാണ്ട് ആരും ഈ ലിവിംഗ് ടുഗദറും ഇല്ലായിരുന്നു. പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് അത് പറയും. ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നുന്നു. ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് എനിക്ക് പറയണം, അത് ഞാൻ കണ്ടുപിടിക്കും. ആ വ്യക്തിയിൽ നിന്നാണോ ഇനി ഉത്ഭവിച്ചത്? എനിക്കറിയില്ല ആ വ്യക്തി ഏതാ. എനിക്ക് അങ്ങനെ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ ഒരാളില്ല, അതിപ്പോ പാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെ ഒരാളില്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയാത്തോളം കാലം അപ്പൊ പക്ഷെ അതിനകത്ത് ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത്. താളവട്ടത്തിലെ ജഗതിയുടെ ഡയലോഗ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അതും ചീറ്റിയാ. ചീറ്റി.